പക്കയാണ്, അയാൾ തൊടിയിച്ചില്ല കേട്ടോ. അയാൾ എന്നോട് പറഞ്ഞു അവിടെ തൊടണ്ട, എൻ്റെ അണ്ടീമ തൊടണ്ടെന്ന് പറഞ്ഞു. എന്നോട് തൊട്ടോളം പറഞ്ഞു. എവിടെയെന്നറിയോ, ആ രണ്ടുണ്ടേയില്ലേ ബോള്, അവിടെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തടവി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തടവി കൊടുത്തിനി. ലാസ്റ്റ് അവൻ തന്നെ കളഞ്ഞു. വേറെ എല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും. ഇവൻ പക്കയായിരുന്നു. എൻ്റെ തെറി കേൾക്കണത്ര. ഞാൻ നല്ല തെറി കൊടുത്തിരുന്നു. തെറി കേട്ടപ്പോഴാണ് പോയത്. ആ തെറി കേൾക്കണം, ഇങ്ങനെ പറയണം. വിളിച്ചാൽ പോരാ, ഇങ്ങനെ പറയണം. നിന്റെ ഉണ്ടല്ലോ വലിപ്പ, അങ്ങനെ പറഞ്ഞ അവന് പോവുള്ളൂ. എന്നോട് അങ്ങനെ പറയിപ്പിച്ചു. ഞാൻ വല്ല കേൾക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തു. ഇല്ലില്ല, ഞാനൊന്നും നോക്കിയില്ല. പക്ഷെ ആൾക്ക് തെറി പറഞ്ഞാലേ പോകും. തെറി പറയണം, അതും ഞാൻ പറയുന്ന തെറി പറയണം. നംഷീർക്ക, ഞാൻ ടിക്ടോക്കിൽ പറയുന്ന തെറി പറഞ്ഞാലേ അങ്ങർക്ക് പോകും. അത് പോരാ വിവിയേട്ടാ, എൻ്റെ വിവിയേട്ടാ. ഇനി കഥ പറയില്ല, ഇനി കഥ പറഞ്ഞാൽ ശരിയാവില്ല. വിവിയേട്ടൻ വന്നു. വിവിയേട്ടാ, എനിക്കൊരു വൃത്തിയേട്ടൻ വന്നു. വിവിയേട്ടാ ഇപ്പം തടിമാണേ. നിനക്ക് ഇഷ്ടമായല്ലോ. കുറെ നാൾക്ക് ശേഷം വിവിയേട്ടാ, സത്യം പറയട്ടെ, വിവിയേട്ടൻ അറിയാൻ അപ്പം ഒരു വൃത്തിയേട്ടൻ വന്നു. ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. ഞാൻ അന്നേരം നല്ല പോസിലാണ്. കേൾക്കാതെ കേട്ടോ, നിങ്ങളുടെ ഞാൻ വിവിയേട്ടാ കേട്ടോ കേട്ടോ. ഞാൻ നല്ല മൂഡിലായിരുന്നു. കള്ളില്ല, നിങ്ങൾ വരുമ്പോൾ കുറച്ചും പിടിക്കില്ലേ. അപ്പം ഞാൻ 3 ബീർ ഓർഡറാക്കി. ഞാൻ രാവിലെ അടിച്ചിട്ടോ. ഇത് 3ാമത്തെയാണ്. ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ തുണി അലക്കി വെളിയിലിടാം. അപ്പം എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞു, ഞാൻ ബിജിയുടെ അടുത്ത് എനിക്ക് ബിജിനെ കാണുമെന്ന് പറഞ്ഞു കേട്ടോ. ചേട്ടാ എന്നാൽ നമ്മൾ ഓക്കെ വാന്ന് പറഞ്ഞു. അപ്പം അതിന് ഇവിടെ എല്ലാവരും ഉണ്ട്. ഓക്കെ, ഞാൻ ഷോപ്പിൽ പോയി. കഥ ടൈമാണോ എന്നാൽ പോയിട്ട് വരാം. ഐഡി മാറി വരാനല്ലേ മിണ്ടരുത്. എന്നിട്ട് വീട്ടിൽ എന്നോട് ചോദിച്ചു. അയാൾ ഭയങ്കര കിളവനാണ്, പക്ഷെ ഇത്ര ഭയങ്കര വണ്ണം വിവിയേട്ടാ. ഇത്ര ഉണ്ട് വണ്ണം, എനിക്കിഷ്ടമില്ല. ഇത്ര ഉണ്ട് വണ്ണം, വയറിങ്ങനെ ചാടി. ആളുടെ യൂട്യൂബ് കണ്ടിട്ട് വന്നതാണ്. 10 മിനിറ്റ് ആയാലും കേട്ടോ, ഇതേപോലെ ഇതാ വന്നു. അറിയാലോ, എനിക്ക് ആസ്വദിക്കണമെങ്കിൽ നല്ല ടൈം വേണമെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പം ഞാൻ എന്താക്കി, വെക്കാനും പോയിട്ട് വന്നു. എന്നിട്ട് ആളിനോട് പറയാം, ഡ്രസ്സൊക്കെ ചേഞ്ച്, ഇഷ്ടപ്പെട്ടില്ല, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ്. 400 ദിർഹംസ് വെച്ചിട്ടോ കേട്ടോ. ഡ്രസ്സ് 400 ദിർഹംസ് അല്ല, 415 രൂപയ്ക്ക് ടിപ്പ് വന്നു. വേണം അറിയാലോ. എന്നിട്ട് ആള് വന്നിട്ടാ കിളവനാ. എന്നോട് ഞാൻ ചോദിച്ചു എത്ര വയസ്സായെന്ന് വെച്ചു. അപ്പനോട് ചോദിച്ചു എന്നെ കണ്ട് എത്ര വയസ്സ് തോന്നിക്കും. ഞാൻ 30 അയ്യോ എനിക്ക് 48 വയസ്സുണ്ട്. ആണോ, നമ്മൾ ഡ്രസ് ചെയ്ത് കിടന്നോളാൻ പറഞ്ഞു. ഞാൻ നല്ല പൂസാ, ഒക്കെ 2 അടിച്ചോളൂ. എന്നിട്ട് ഇതൊന്നും ഒരു പൂസാണോ വിവേട്ടാ? വിവേട്ടാ ഇത് പൂസാ ആണോ? വിവേട്ടന് തോന്നോ ഞാനത് പൂസാണെന്ന്? ഞാൻ ഇങ്ങനെയാണോ പൂസാവുക? ആണാരും ചിരിപ്പിക്കില്ലേ? ഞാൻ പൂസ? വിവേട്ടന് തോന്നോ ഞാനത് പൂസാണെന്ന്? ഇത് നോർമൽ പൂസായെന്നാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നോർമൽ ഇപ്പൊ ഒരെണ്ണം അടിച്ചതിന്റെ നോർമൽ പൂസ. ആദ്യം ഞാൻ ഒരെണ്ണം അടിച്ചോളൂ. ഓക്കെ, അങ്ങനെ ഞാൻ ആള് വന്നു. ചിരിക്കാണ്ട് കേക്കിട്ടാ കേട്ടോ. എന്നിട്ട് ആ വന്നിട്ട് ഭയങ്കര തടിമാടനാ. ഞാൻ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ നമ്മളൊന്നും ചെയ്യിക്കത്തില്ല കേട്ടോ കേട്ടോ, ഒന്നും ചെയ്യിക്കത്തില്ല. ആ കാര്യത്തിൽ പക്കയാണ്, ഡീസൻ്റാ. ആൾക്ക് എന്നോട് ചോദിക്കുകയാണ്, ഈ സോഫ മേടിച്ചതില്ലേ അവനെ പോലത്തെ ഒരു ഊളയാണ്. എന്നോട് പറയാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തേട്ടാ എന്ന് ചോദിച്ചു. ദേഷ്യപ്പെടുമെന്ന് ചോദിച്ചു. ഞാൻ ദേഷ്യപ്പെടില്ല, കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ പറയാം, ബിജി എൻ്റെ നെഞ്ചിൽ കിടക്കാൻ വേണ്ട, ഒന്നും തൊടയും വേണ്ട. ഇല്ല, ഓക്കെ ഞാൻ അകന്നു കിടന്നോളാം. ബീച്ചിൽ അകന്നു കിടക്കുമോ? ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അകന്നു. കുറച്ച് നീങ്ങി കിടന്നു. ഞാൻ പറഞ്ഞു കാര്യം പറ.
എനിക്കൊരാഗ്രഹം പറഞ്ഞാൽ നിന്നോട് ദേഷ്യപ്പെടും, തെറി പറയൂ. അയ്യോ ഇല്ല പറ എന്ന് പറഞ്ഞു. എന്നോട് പറയാം, ഞാൻ യൂട്യൂബ് കാണാറുണ്ട്, ഇൻസ്റ്റ കാണാറുണ്ട്. ഞാൻ 1.5 വർഷം കൊണ്ട് 400 വട്ടം വിട്ടത് വിവേട്ടാ എന്നെ ഓർത്ത് 400 വട്ടം പോയി ഞാൻ വിട്ടെന്നു. 400. 1.5 വർഷം കൊണ്ട്. പിന്നെ ഇപ്പോഴാണ് അയാൾക്ക് കാണാൻ കിട്ടിയത്. പക്ഷെ ബിജി എന്നെ ഒന്നും ചെയ്യണ്ട. എനിക്ക് ബിജി ഒന്നും ഇങ്ങനെ കിടന്ന് എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. എന്നിട്ട് എന്നോട് പറയാം തെറി പറയാൻ. വിവേട്ടാ ഞാൻ ലൈവില് ഞാൻ എങ്ങനെയാണോ തെറി പറയുന്നത് അതെൻ്റെ മുഖത്ത് നോക്കി തെറി പറയാനുള്ളൂ. ഞാൻ എൻ്റെ പെണ്ണെനിക്ക് തെറി പറയും പ്ലീസ് ബിജി. എന്നിട്ട് അയാൾ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അറിയാലോ, ഞാൻ ഇങ്ങനെ കിടക്കുക, മൊബൈൽ നോണ്ടിക്കൊണ്ടിരിക്കുക, ഞാൻ മൈനയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. നീ എൻ്റെ മുഖത്ത് കൈ ഇങ്ങനെ വെച്ചു, നീ എൻ്റെ മുഖത്ത് വെക്ക് ഇന്ത്യേ. എനിക്ക് ഒരു തടവി തന്നാൽ മതി. അയ്യോ ഒരു വട്ടനാ വിവിയേട്ടാ. പക്ഷെ 2 വീഡിയോ വന്നു. ഞാൻ തുണി വിരിച്ചിട്ടതും ഞാൻ പോയി കട്ടായി ഇപ്പളെ വിട്ടു. വിവേണ്ണ അറിയില്ല എന്നെ കുറിച്ച്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ വന്നു. ഞാൻ പോയിട്ട് അധികം നേരം പോലും ആയില്ല. എന്നിട്ട് പുള്ളി നീ തെറി പറ വിളിച്ചിട്ട് പോണില്ല. അപ്പൊ അത് പോരാ, അങ്ങനെ പറയാൻ ആയിക്കോട്ടെ പോവോ പോവും, പക്ഷെ കൊള്ളത്തില്ല. എനിക്കിങ്ങനെ അങ്ങനത്തെ സാധനം എനിക്ക് താല്പര്യമില്ല. പക്ഷെ നല്ല വലിപ്പവും നല്ല നീളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ കൊള്ളത്തില്ല, സാധനം കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടമായില്ല. എന്നിട്ട് അവൻ തന്നെ പിടിച്ച് കളഞ്ഞു. തെറി ഞാൻ പറഞ്ഞു കൊടുത്തിന്. എനിക്ക് എൻ്റെ സ്വന്തം എൻ്റെ വീട്ടാ, എനിക്ക് എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, ഞാൻ ഇതൊക്കെ ചെയ്യും. കെട്ടിക്കണ്ട പെണ്ണുങ്ങളുടെ സാമാനത്തിനൊന്നും ഞാൻ ചെയ്യില്ല. അത് വേണം അറിയാലോ. എനിക്ക് എൻ്റേതാണെന്ന് തോന്നണം. എനിക്ക് എൻ്റെ മാത്രമാണ്. അയാൾക്ക് വൈഫുണ്ടോ വേറൊന്നും ഞാൻ ചിന്തിക്കില്ല. എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇവിടെ അല്ലാതെ ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലാതെ ഞാനൊന്നും ചെയ്യില്ല, എനിക്കിഷ്ടമല്ല. അല്ല ഞാൻ ഒരാൾക്കൊന്നും കൊടുക്കുകയില്ല. ഇവിടെ കാണുന്ന ആളുകൾക്കറിയാം വിജയ് വർക്കിന് പോയാൽ 1 മിനിറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രോപ്പർട്ടിക്കാരൻ എനിക്ക് ഒരുപാട് ടൈമും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും പോരാ. നല്ല മണിക്കൂർ എൻജോയ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അത് 2 മിനിറ്റൊന്നും എനിക്ക് പോരാ. ആ 2 മിനിറ്റ് ഞാൻ പോയിട്ട് വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചത് അവരെന്നെ കുലുക്കി കളയുള്ളൂ. ഞാൻ നന്നായിട്ട് സെക്സ് ആസ്വദിക്കുന്ന ആളാണ്, പക്ഷെ അത് നല്ല ടൈമിങ് വേണം. അത് 1 മണിക്കൂറൊന്നും പോരാ. അല്ലേ, സത്യല്ലേ? അത് എൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ,